ആകാശവാണി തൃശൂർ വനിതാവേദി. എല്ലാ ശ്രോതാക്കൾക്കും വനിതാവേദിയിലേക്ക് സ്വാഗതം. ഗായികയും അവതാരകയും സംഗീതാധ്യാപികയും നവമാധ്യമങ്ങളിൽ സജീവ സാന്നിധ്യവുമായ ശ്രീമതി മഞ്ജു തോമസുമായി YS പൗർണമി നടത്തുന്ന അഭിമുഖം ഇപ്പോൾ കേൾക്കാം. ഇന്ന് വനിതാവേദിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഗായിക, അധ്യാപിക, അവതാരക, ഇങ്ങനെ പല റോളുകളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മഞ്ജു തോമസ്. ഒരുപക്ഷെ 90കളിലെ ദൂരദർശൻ കാലത്ത് എല്ലാവർക്കും സുപരിചിതമായ ഒരു മുഖം. ഒരുപാട് ലളിതഗാനങ്ങളിലൂടെ, ഭക്തിഗാനങ്ങളിലൂടെ ആരാധകരെ സൃഷ്ടിച്ച വ്യക്തി. നമുക്ക് മഞ്ജു തോമസുമായി സംസാരിക്കാം. വനിതാവേദിയിലേക്ക് സ്വാഗതം. നമസ്കാരം. മഞ്ജു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങി എന്നറിയാം. എങ്ങനെയായിരുന്നു തുടക്കം? അതേക്കുറിച്ച് ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഞാനൊരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂളിലെ സംഗീതാധ്യാപിക വിമല ടീച്ചറാണ് എന്നിലെ സംഗീതം ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. കുടുംബത്തിലെല്ലാവരും സംഗീതം ഇഷ്ടപ്പെടുന്നവരാണ്. ചെറുപ്പം മുതലേ ഇങ്ങനെ പാട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കും. വീട്ടിലെപ്പോഴും പുതിയ പുതിയ സിനിമകളിലെ പാട്ടുകൾ പ്ലേ ചെയ്തും ഇരിക്കും. റേഡിയോയിൽ വരുന്ന പാട്ടുകൾ സ്ഥിരമായി ഞങ്ങൾ വീട്ടിൽ പ്ലേ ചെയ്യുമായിരുന്നു. 1ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ ഒരു പാട്ട് പാടി 1ാം സമ്മാനം വാങ്ങിക്കുകയും ചെയ്തു. പിന്നീട് 3ൽ പഠിക്കുമ്പോഴാണ് എൻ്റെ വിമല ടീച്ചർ അമ്മയോടും അച്ഛനോടും പറയുന്നത്, ഇവളെ പാട്ട് പഠിപ്പിക്കണം, കഴിവുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. പിന്നീട് 4ാം ക്ലാസ്സിൽ വെച്ചാണ് ആദ്യമായിട്ട് പുറത്തുള്ള മത്സരങ്ങൾക്ക് പോയി തുടങ്ങിയത്. വിമല ടീച്ചർ തന്നെയാണ് എന്നെ കൊണ്ടുപോയിരുന്നതും. അവിടെ തൊട്ട് ഫസ്റ്റ് പ്രൈസുകൾ കിട്ടി തുടങ്ങിയപ്പോഴാണ് സീരിയസ് ആയിട്ട് എടുത്തത്. അപ്പോൾ അന്ന് മുതൽ ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചു തുടങ്ങിയോ? അതെ, 3ാം ക്ലാസ്സിന്റെ സമ്മർ വെക്കേഷനാണ് ആദ്യമായിട്ട് സംഗീതം അഭ്യസിച്ചു തുടങ്ങിയത്. ഞങ്ങളുടെ തൊട്ട് അയൽവാസിയായിരുന്ന AT ശ്രീദേവി ടീച്ചറും ഓൾ ഇന്ത്യ റേഡിയോയിലെ ഗായിക കൂടിയായിരുന്നു. ടീച്ചറാണ് എന്നെ പഠിപ്പിച്ചു തുടങ്ങിയത്. അതിനുശേഷം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറ്, ഓമനക്കുട്ടി ടീച്ചർ, ഇവരെല്ലാവരും സംഗീതം പഠിപ്പിക്കുകയുണ്ടായി. സംഗീതത്തെ ഒരു വളരെ ഗൗരവത്തോടെ സമീപിക്കുന്ന ഒരു അവസ്ഥയിലെത്തി. പിന്നീട് കോളേജ് കാലഘട്ടത്തിലൊക്കെ യുവജനോത്സവത്തിൽ പങ്കെടുത്തു, നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ആ ഒരു കാലത്തെക്കുറിച്ചൊന്ന് പറയാമോ? സത്യം പറഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ലെവലിൽ ലളിത സംഗീതത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും കവിതാ പാരായണത്തിനും 1ാം സമ്മാനം ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പേഴ്സണലി ഇത് സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങിയത്. ആ സമയത്ത് ഒരുപാട് അവസരങ്ങൾ TV-യിൽ നിന്നും റേഡിയോയിൽ നിന്നും ഒക്കെ ലഭിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതൊരു പ്രൊഫഷനായിട്ട് മാറുകയായിരുന്നു. ഞാനായിട്ട് തിരഞ്ഞെടുത്തതല്ല, ഇതെന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു. ആദ്യമായിട്ട് വേദിയിൽ പാടിയ ആ പാട്ട് അത് ഓർമ്മയുണ്ടോ? ഈ പ്രൊഫഷൻ ആയതിനു ശേഷം എനിക്ക് എപ്പോഴും ഓർമ്മയിലുള്ള പാട്ട് പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ എന്ന ഗാനം തന്നെയാണ്. കാരണം ആ സമയത്തും ഞാൻ എപ്പോഴും പാടാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടായിരുന്നു. എവിടെ പറഞ്ഞാലും ഇതായിരുന്നു ആദ്യം പാടിയിരുന്നത്. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ആ പാട്ടൊന്ന് മൂളാം അല്ലേ? തീർച്ചയായിട്ടും. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. തീർച്ചയായിട്ടും കോളേജ് തലത്തിലെ കുട്ടികളെ അംഗീകരിച്ചു തുടങ്ങി, മത്സരങ്ങളിൽ സമ്മാനം ലഭിച്ച് എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഗായികയായി മാറി. അപ്പോൾ സംഗീതത്തോട് കൂടുതൽ സ്നേഹം തോന്നിയിട്ടുണ്ടാവും, ശാസ്ത്രീയമായിട്ട് അഭ്യസിക്കുന്നുമുണ്ടായിരുന്നു അല്ലോ. ഈ ലളിത സംഗീത മേഖലയിലേക്ക് കടന്നത് എപ്പോഴാണ്? ഒരുപാട് ലളിതഗാനങ്ങൾക്ക് ശബ്ദം പകരാൻ സാധിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ ഗുരുക്കന്മാർ തന്നെയാണ്. എന്നെ പഠിപ്പിച്ച പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറ്, ലളിത സംഗീതത്തിൽ എൻ്റെ ഗുരുവായിരുന്ന MG രാധാകൃഷ്ണൻ സാറ്. പിന്നെ ഞാൻ പഠിച്ചു വളർന്നതെല്ലാം തിരുവനന്തപുരത്തായിരുന്നത് കൊണ്ട് തന്നെ തിരുവനന്തപുരം ആകാശവാണിയിലാണ് ഓഡിഷൻ ചെയ്തതും അവിടെ പാടാൻ തുടങ്ങിയതുമെല്ലാം. അപ്പോൾ ഈ സംഗീതജ്ഞരുടെ എല്ലാം ഗാനങ്ങൾ പാടാനുള്ള അവസരം എനിക്കുണ്ടായി, ഭാഗ്യം എനിക്കുണ്ടായി.
പല ലളിത ഗാനങ്ങളും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാർ എനിക്ക് വേണ്ടിയിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. എം ജി രാധാകൃഷ്ണൻ സാർ എനിക്ക് വേണ്ടി കമ്പോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഇവരുടെ എല്ലാം കയ്യിൽ നിന്ന് നേരിട്ട് പഠിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ തന്നെ നമുക്ക് ആ ലളിത സംഗീതത്തിനോടൊരു പ്രത്യേക സ്നേഹം തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നെ സിനിമാ ഗാനങ്ങളെക്കാൾ ലളിത സംഗീതത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ്. ചിലത് ഒരു ഡിവോഷണൽ ടച്ച് ഉള്ളതായിരിക്കാം. അപ്പോൾ അതിൽ പ്രണയം വരും, ഡിവോഷണൽ ഒരു ഫീല് വരാം. എല്ലാ തരത്തിലുമുള്ള ഒരു ജോൺറ് നമ്മളതിൽ ടച്ച് ചെയ്യുന്നുണ്ട് ലളിത സംഗീതമാകുമ്പോൾ. അതുകൊണ്ട് തന്നെ ലളിത സംഗീതത്തിനോട് എനിക്കൊരു പ്രത്യേക സ്നേഹമാണ്. മത്സരവേദിയിൽ ആദ്യമായിട്ട് പാടിയ, തീർച്ചയായിട്ടും ലളിതഗാന ശാഖയാണല്ലോ മത്സരിക്കുക, ആ ഗാനം ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും 4ാം ക്ലാസ്സിൽ വെച്ച് ആദ്യമായിട്ട് പഠിപ്പിച്ചത് വിമല ടീച്ചറാണ് എന്നെ ആദ്യമായിട്ട് പഠിപ്പിച്ചത്. ടീച്ചർ പഠിപ്പിച്ച ഗാനം ഇപ്പോഴും എനിക്ക് കാണാപ്പാടമാണ്. സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടികൾ, ഇപ്പോൾ എനിക്ക് 45 വയസ്സായി, ഈ പ്രായത്തിലും അവരെല്ലാവരും പറയാറുണ്ട് മഞ്ജു സപ്തസ്വരത്തിൻ ചിലങ്കകൾ കിലുങ്ങി എന്ന പാട്ട് പാടുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന്. കാരണം അത്രയും നല്ലൊരു ഗാനമായിരുന്നു. അതിൻ്റെ ഒരു 4 വരി ഞാൻ പാടാം. സപ്തസ്വരത്തിൻ ചിലങ്കകൾ കിലുങ്ങി സർഗസംഗീതമൊഴുകി, സപ്തസ്വരത്തിൻ ചിലങ്കകൾ കിലുങ്ങി സർഗസംഗീതമൊഴുകി, സത്യസ്വരൂപിണി നിത്യപ്രകാശിനി സൽക്കലാദേവതയുണരൂ, ചിത്തത്തിൽ വന്നെന്നെ പുണരൂ. വളരെ മനോഹരമായ ഗാനം അല്ലേ? ഇപ്പോൾ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറ്, എം ജി രാധാകൃഷ്ണൻ സാറ്, അവർക്കൊക്കെ അവരുടേതായ ഒരു തനത് ശൈലി ലളിതഗാന ശാഖയ്ക്കുണ്ട്. ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ആകാശവാണിയുടെ ലളിതഗാന ശേഖരം അഭിമാനിക്കത്തക്ക വകയുള്ള ഒരു ശേഖരം തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഗാനങ്ങളൊക്കെ പലപ്പോഴും മത്സരവേദികളിൽ, പ്രത്യേകിച്ചും യുവജനോത്സവ വേദികളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ഗാനങ്ങളായിരുന്നു ഇവരുടെയൊക്കെ. ആ ഗാനങ്ങളൊക്കെ ആലപിച്ചത് ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ 3 വർഷവും എൻ്റെ ഒരു ഗാനം സുമശരനുണരും യമുനാ പുളിനം, ആ പാട്ട് എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ സംഗീതത്തിലുള്ളതാണ്. അത് പാടിയാണ് എനിക്ക് 3 വർഷവും 1ാം സ്ഥാനം ലഭിച്ചത്. അതിനകത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. രാധാകൃഷ്ണൻ സാറിൻ്റെ ഗാനമാണ് സുമശരനുണരും എന്നൊരു ഒരു ഗാനം. പക്ഷെ ഞാൻ കർണാട്ടിക് മ്യൂസിക് പഠിച്ചിരുന്നത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ അടുത്താണ്. അപ്പോൾ രാധാകൃഷ്ണൻ സാറിൻ്റെ ഗാനങ്ങൾക്ക് പൊതുവേ ഹമ്മിങ് ഉണ്ടാവാറില്ല. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ ഗാനങ്ങൾക്ക് ഹമ്മിങ് മസ്റ്റാണ്. അപ്പോൾ ഈ സുമശരനുണരും എന്ന ഗാനത്തിന് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ ഹമ്മിങ്ങും കൂടെ ചേർത്താണ് ഞാൻ കോമ്പറ്റീഷൻസിന് പാടിയിരുന്നത്. കാരണം കോമ്പറ്റീഷന് പാടുമ്പോൾ എപ്പോഴും ഹമ്മിങ് ഒരു നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു. ആ സമയത്തൊരു ട്രെൻഡായിരുന്നു. അതുകൊണ്ട് ഇത് രണ്ടുപേരുടെയും കൂടെ കോൺട്രിബ്യൂഷനുള്ള സുമശരൻ ഉണരും എന്ന ഗാനമാണ് ഞാൻ പാടി സമ്മാനം വാങ്ങിച്ചിരുന്നത്. ഒരു ഇംപ്രവൈസ് വേർഷനാണ് പാടി സമ്മാനം വാങ്ങിച്ചത് അല്ലേ? നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ആ ഗാനം ഒന്ന് പാടാമോ? തീർച്ചയായും. സുമശരനുണരും യമുനാ പുളിനം സുരത്ത് സുഖാലസ വിജനം രാഗവതി അനുരാഗവതി രാഗവതി അനുരാഗവതി രാസലീലാലോലേ രാധേ രാസലീ സുമശരനുണരും യമുനാ പുളിനം സുരത്ത് സുഖാലസ വിജനം. അതിലെ ഹമ്മിങ് എങ്ങനെയായിരുന്നു? ഹമ്മിങ് കുറച്ച് നീളത്തിലാണ് അത്. അപ്പോൾ തീർച്ചയായിട്ടും യുവജനോത്സവ വേദികളിൽ നിന്ന് പിന്നെ ആകാശവാണി എന്ന തട്ടകത്തിലേക്ക് കയറി. ആകാശവാണിയിൽ എന്നാണ് ഓഡിഷൻ ചെയ്തത്? ലളിതഗാന ശാഖയിലായിരുന്നു, ശാസ്ത്രീയ സംഗീതത്തിലായിരുന്നു? എങ്ങനെയായിരുന്നു ആകാശവാണിയിലെ ആദ്യ അനുഭവം? ആകാശവാണിയിലെ എനിക്ക് ആദ്യത്തെ ഓർമ്മ ഞാൻ UKG പഠിക്കുമ്പോൾ ഉള്ളതാണ്. അന്ന് കുഞ്ഞുങ്ങൾക്കുള്ള ഒരു പ്രോഗ്രാം ബാലലോകം. അതിൽ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കുഞ്ഞു കുട്ടികളെല്ലാം, ഞങ്ങൾ കുറച്ച് പാട്ടുകാരെ എല്ലാവരെയും ആകാശവാണി കൊണ്ടുപോവുകയും അവിടെ പോയി കൊടിയ വേനൽക്കാലം
കുളങ്ങൾ വറ്റിയ കാലം എന്നൊരു ഗാനവും പാത്തു പതുങ്ങി പമ്മി നടക്കും എന്നൊരു ഗാനവും പാടിയതാണ് എനിക്ക് ആകാശവാണിയെക്കുറിച്ചുള്ള ആദ്യത്തെ ഓർമ്മ. അതും തിരുവനന്തപുരം സ്റ്റേഷനിലായിരുന്നു. അതിനുശേഷം യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് ഫസ്റ്റ് കിട്ടിയപ്പോഴാണ് തിരുവനന്തപുരത്തെ മല്ലിക കുറുപ്പ് മാഡം എന്നെ യുവവാണിയിലേക്ക് ക്ഷണിച്ചത്. യുവവാണിയിൽ പല പ്രാവശ്യം പാടുകയും മല്ലിക മാമാണ് എന്നെ ഓഡിഷന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തതും. ഓഡിഷൻ കൊടുത്തു. ബി ഗ്രേഡ് ആദ്യമേ ലഭിച്ചു. അതിനുശേഷം ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷന് പങ്കെടുത്തു. ആകാശവാണി നടത്തിയ ഒരു കോമ്പറ്റീഷന് പങ്കെടുത്തു. അതിൽ സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. ആ സെക്കൻഡ് പ്രൈസോടുകൂടി എനിക്ക് ബി ഹൈ ഗ്രേഡ് ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ എ ഗ്രേഡിന് ഓഡിഷൻ ഈ അടുത്ത കാലത്താണ് കൊടുത്തത്. കാരണം ഞാൻ ഒരു 15 വർഷത്തെ ബ്രേക്ക് എടുത്തിരുന്നു സംഗീത ലോകത്തിൽ നിന്നും പിന്നെ നാട്ടിൽ നിന്ന് തന്നെ. അപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം ഈ കഴിഞ്ഞ വർഷം എ ഗ്രേഡിന് ഞാൻ ഓഡിഷൻ കൊടുത്തു. വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്സ്. അപ്പോൾ തീർച്ചയായിട്ടും ആകാശവാണിയുടെ ഒരു മികച്ച കലാകാരിയാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് എന്നോർക്കുക. അപ്പോൾ ഈ ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം ഈ ഒരു മേഖലയിൽ പഠിച്ച് കോളേജിൽ തിളങ്ങി നിന്ന അവസ്ഥയിൽ നിന്ന് പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ ഒരു 15 വർഷത്തെ ഗ്യാപ്പ്. ഇനി നമുക്ക് ആ ഗ്യാപ്പിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ മറ്റൊരു റോളിലാണ് തിളങ്ങിയത്. ആ ഒരു കാലത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? 1999, 2000 കാലഘട്ടങ്ങളിലാണ് ഞാൻ ടി വിയിലും ദൂരദർശനിലും മറ്റു ചാനലൊക്കെ തുടങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ചാനലുകളിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കാനും ഗാനങ്ങൾ പാടാനും എല്ലാം അവസരങ്ങളൊക്കെ ലഭിച്ചിരുന്ന സമയം. 2002 ഞാൻ വിവാഹിതയായി ഞങ്ങൾ ദുബായിലാണ് സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ ദുബായിലേക്ക് പോയി. പിന്നെ എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു. അവിടെ ഞാൻ ഏഷ്യാനെറ്റ് റേഡിയോയിൽ വർക്ക് ചെയ്തു 2 വർഷം. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മക്കളുണ്ടാകാൻ തുടങ്ങുന്നത്. മക്കളുണ്ടായതെന്നല്ല പറയുന്നത്, ദൈവം അനുഗ്രഹിച്ച് ആദ്യമേ എനിക്ക് ഇരട്ടക്കുട്ടികളാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എനിക്ക് മുഴുവൻ സമയം എനിക്ക് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി വേണ്ടാന്ന് വെച്ചു. പാട്ട് തന്നെ എനിക്ക് നിർത്തേണ്ടി വന്നു. കാരണം എനിക്ക് ഫോക്കസ് ചെയ്യാൻ എനിക്ക് എൻ്റെ മക്കൾ 2 പേരുമായിരുന്നു പ്രധാനം. പലരും എന്നോട് പറഞ്ഞു, മഞ്ജു വീണ്ടും പാട്ടിലേക്ക് കടക്കണം എന്നുള്ളൊരു തീരുമാനങ്ങൾ പലരും പറഞ്ഞിരുന്നു. പക്ഷേ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആ സമയത്തെ കർമ്മം എൻ്റെ മക്കളെ വളർത്തുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് എൻ്റെ തീരുമാനമായിരുന്നു. ഹസ്ബൻഡ് അതിന് കൂട്ടുനിന്നു. പിന്നീട് 2 മക്കൾ കൂടി ഉണ്ടായി. അപ്പോൾ 2006 മുതൽ 2013 വരെ 4 മക്കളുണ്ടായി. അപ്പോൾ ഇവരുമായിട്ടൊക്കെ ഞാൻ വളരെയധികം തിരക്കിലായിരുന്നു. അവർക്ക് താരാട്ട് പാടൽ മാത്രമായിരുന്നു എനിക്ക് സംഗീതമായിട്ടുള്ള ആകെയുള്ളൊരു ബന്ധം. മക്കൾക്ക് പോലും അറിയില്ലായിരുന്നു ഞാനൊരു ഗായികയാണെന്ന്. അങ്ങനെ 15 years ഓഫ് ദുബായ് ലൈഫ്. ഹസ്ബൻഡ് ബിസിനസ്സിലായിരുന്നു. അതുകൊണ്ട് എനിക്കും പിന്നെ പാട്ടിലേക്ക് വരണമെന്നൊന്നും താല്പര്യം തോന്നിയില്ല. 15 years കഴിഞ്ഞ് നാട്ടിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് 2017 മുതൽ വീണ്ടും പാടാനായിട്ടുള്ള ഒരു താല്പര്യം തോന്നി തുടങ്ങിയത്. അപ്പോൾ പറഞ്ഞല്ലോ അവിടെ അവതാരകയായിട്ട് ജോലി ചെയ്തിരുന്നു എന്ന്. തീർച്ചയായിട്ടും പാട്ടുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളാണെങ്കിൽ പോലും അവതാരക ഒരു ഗായികയിൽ നിന്ന് വിഭിന്നമായ ഒരു മേഖലയാണ് അല്ലേ? ആ ഒരു കാലത്തെ എങ്ങനെയാണ് കണ്ടത്? ആ കാലം എങ്ങനെയായിരുന്നു? ഒരുപാട് പ്രവാസ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചൊരു കാലമായിരിക്കുമല്ലോ. ആ ഒരു കാലത്തെ കുറിച്ചൊന്ന് ഓർക്കാമോ? ദുബായിലെ ഏഷ്യാനെറ്റ് റേഡിയോയിലെ ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും 15 years ഞാൻ ദുബായിൽ ജീവിച്ചെങ്കിലും ആ 2 വർഷത്തെ ഏഷ്യാനെറ്റ് റേഡിയോയിലെ ഒരു ജീവിത അനുഭവം എന്ന് പറയുന്നത് എനിക്കെന്നും ഓർമ്മ നിൽക്കുന്ന, എനിക്ക് ഒരുപാട് ഈ കലാരംഗത്ത് ഒരുപാട് പാഠങ്ങൾ തന്നിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ആ 2 വർഷം. അതിപ്പോൾ അനൗൺസ്മെന്റിന്റെ കാര്യമായിക്കോട്ടെ, പരസ്യത്തിന് വോയിസ് കൊടുക്കുന്ന കാര്യമായിക്കോട്ടെ, എനിക്ക് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും എൻ്റെ സീനിയേഴ്സ് തന്നെയായിരുന്നു. മനീഷ ചേച്ചി ഉണ്ടായിരുന്നു, KS മനീഷ, രമേശ് പയ്യന്നൂർ സാറ്, രമേശ് ഏട്ടനായിരുന്നു ചാനലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ. അതുപോലെ ചന്ദ്രസേനൻ സാറായിരുന്നു സ്റ്റേഷൻ ഡയറക്ടർ. അതുപോലെ അൽഫോൺസ് ജോസഫ്, മ്യൂസിക് ഡയറക്ടർ അൽഫോൺസ് ജോസഫ്, ബിനു KP, അങ്ങനെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള ഈ രംഗത്ത് ഏറ്റവും കഴിവ് തെളിയിച്ചിട്ടുള്ള കലാകാരന്മാരോടൊപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു എന്നത് ഇപ്പോഴും എനിക്കത് ഒരു പാഠമാണ്. പാട്ട് പാടുന്ന കാര്യത്തിലാണെങ്കിലും എനിക്ക് മനീഷ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പാടുന്ന സ്റ്റൈലാണെങ്കിലും, അതുപോലെ അനൗൺസ്മെന്റ് നടത്തുമ്പോൾ വോയിസ് മോഡുലേഷൻ, ഒരുപാട് നാടകങ്ങൾക്ക് ശബ്ദം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള വോയിസ് മോഡുലേഷനും സംസാരിക്കുന്ന രീതികളും, പിന്നെ ചന്ദ്രസേനൻ സാറിന് വളരെ വളരെ നിർബന്ധമുള്ള കാര്യമായിരുന്നു നല്ല ക്ലിയർ ആയിട്ട് മലയാളത്തിൽ തന്നെ സംസാരിക്കണം എന്നുള്ളത്. അവിടെ നമ്മൾ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടുള്ള സംസാരമോ ഒന്നും അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. അതും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇപ്പോഴും എൻ്റെ പല സ്ക്രിപ്റ്റിങ്ങും
എനിക്ക് നന്നായിട്ട് വരുന്നതിൻ്റെ റീസൺ ഇസ് ബിക്കോസ് ഓഫ് മൈ ജോബ് അറ്റ് ഏഷ്യാനെറ്റ് റേഡിയോ. അത് കൂടെ വർക്ക് ചെയ്തിരുന്ന എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അന്ന് തീർച്ചയായിട്ടും ജനങ്ങളുമായിട്ട് ഇടപെട്ടിട്ടുള്ള ഒരുപാട് പരിപാടികൾ, സ്റ്റേജ് പരിപാടികളൊക്കെ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിക്കാണുമല്ലോ. അത് എങ്ങനെയായിരുന്നു ആ പ്രവാസ ജീവിതത്തെ അന്ന് ഒരു സംഗീതജ്ഞ എന്നുള്ളതിലുപരിയായിട്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കാണാനും അടുത്തറിയാനും ഒക്കെ ആ ഒരു കാലം സഹായിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ സ്റ്റേജ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ നാട്ടിൽ കല്യാണത്തിന് മുമ്പുള്ള സമയത്തെ തുടങ്ങിയിരുന്നു. അന്നും ഗൾഫ് പ്രോഗ്രാംസിനൊക്കെ ഇഷ്ടംപോലെ പോയിട്ടുണ്ടായിരുന്നു. സ്റ്റാർ ഷോ എന്ന് പറഞ്ഞ ഒരുപാട് പ്രോഗ്രാംസ് അന്ന് നടന്നിരുന്നു. വലിയ താരനിരകളുടെ കൂടെ ഒരുപാട് പ്രോഗ്രാം, സിദ്ദിഖ് ലാലിൻ്റെ ഷോസിന് അമേരിക്കയിലും ദുബായിലും എല്ലാം ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ പ്രവാസം ഞാൻ തിരഞ്ഞെടുത്തതിന് ശേഷം അവിടെ വീണ്ടും മലയാളി അസോസിയേഷനിലും മറ്റ് അസോസിയേഷനുകളിലും എല്ലാം ഒരുപാട് പ്രോഗ്രാംസ് അവതരിപ്പിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും കോണ്ടാക്ട് വെച്ചിരിക്കുന്ന ആളുകളുണ്ട്. അന്നത്തെ ആ ഒരു സുഹൃത്ത് ബന്ധം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ അംഗവൈകല്യമുള്ളവർ കലാകാരന്മാരായിട്ട് തുടരുന്നതും അവരൊക്കെ എനിക്ക് വലിയ ഒരു മോട്ടിവേഷനാണ്. അവരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. അവിടെ ഒരു ബിന്ദു എന്ന് പറയുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഇപ്പോൾ തൃശ്ശൂരുണ്ട്. ചേച്ചി ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ വെച്ച് ചേച്ചി പാർഷ്യലി ബ്ലൈൻഡ് ആയ ഒരു വ്യക്തിയാണ്. ചേച്ചി എന്നെ ഫോണിൽ ഒരുപാട് വിളിച്ച് എന്നെ കൊണ്ട് പാട്ട് പാടിക്കുമായിരുന്നു. പുള്ളിക്കാരി ഒരു എഴുത്തുകാരിയും കൂടിയാണ്. ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി വീട്ടിലെ സകല ജോലികളും ചേച്ചി തന്നെ ചെയ്യും. ഹാഫ് ബ്ലൈൻഡ് ആണ്, അതായത് മൂടൽ മാത്രമേ ഉള്ളൂ. ഹാഫ് ബ്ലൈൻഡ് ആയിട്ടുള്ള ആ ചേച്ചി വീട്ടിലെ സകല ജോലികളും ചെയ്യും. ഹസ്ബൻഡിനെയും മകനെയും നോക്കി സ്വന്തം കലയെ പരിപോഷിപ്പിച്ചു. എഴുത്തുകാരിയായി, നന്നായിട്ട് പാടും, ആളുകളുമായിട്ട് കോണ്ടാക്ട് വെക്കുന്നു. അതൊക്കെ കാണുമ്പോൾ തന്നെ വലിയൊരു മോട്ടിവേഷനാണ്. ഇത്രയും എന്താ പറയാ കുറവുകളിൽ നിന്നും അതിജീവിച്ച് ചേച്ചി ഒരു വലിയൊരു കാര്യമാണ് ചേച്ചി സ്വന്തം ജീവിതത്തിനോട് ചെയ്യുന്നത്. ഷീ റെസ്പെക്ട്സ് ഹർ ലൈഫ്. അങ്ങനെയുള്ള ഒരുപാട് പേരെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൽ എനിക്കും പാഠമായിട്ടുണ്ട്. പിന്നീടുള്ള പല പ്രശ്നങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ ജീവിതത്തിൽ സംശയങ്ങൾ വരുമ്പോഴോ ഞാൻ ഇനിയും പാടണോ, ഇനി എന്ത് പാട്ട് എന്നൊക്കെയുള്ള ചിന്തകൾ വരുമ്പോൾ തന്നെ ഇവരൊക്കെയാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന വ്യക്തികൾ അത് എവിടെ വെച്ചാണ് നമ്മൾ കണ്ടെത്തുക അല്ലെങ്കിൽ അവരെ പരിചയപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവർ പിന്നീട് അങ്ങോട്ടൊരു പ്രകാശമായിട്ട് നമുക്കൊപ്പം ഉണ്ടാവും അല്ലേ. അപ്പോൾ തിരിച്ചു വരവിന് ശേഷം മുൻപ് മഞ്ജു ഇവിടുന്ന് പോകുമ്പോഴുള്ള പിന്നണി ഗാന രംഗമായിരിക്കില്ല, ചലച്ചിത്ര രംഗമായിരിക്കില്ല, സംഗീത രംഗമായിരിക്കില്ല മടങ്ങി വന്നപ്പോൾ ഉണ്ടായിരുന്നത്. ആ ഒരു ഗ്യാപ്പ് എങ്ങനെയാണ് സംഗീതജ്ഞ എന്നുള്ള രീതിയിൽ ബാധിച്ചിട്ടുള്ളത്? ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ 15 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടോട്ടലി കട്ട് ഓഫ് ചെയ്തിരുന്നു എൻ്റെ ലൈഫിൽ നിന്ന്. അതായത് ഞാൻ പുതിയ പാട്ടുകൾ പോലും കേൾക്കാറില്ലായിരുന്നു. ചിലപ്പോൾ അതെനിക്ക് വിഷമമായേക്കും എന്നോർത്തായിരിക്കാം ഞാനത് കേൾക്കാതിരുന്നത്. കാരണം ഈ ലെവലിൽ ഞാനും എത്തേണ്ടിയിരുന്നതാണ്. കാരണം ഒരു ലെവൽ ഇപ്പം ഞാനും വിധു പ്രതാപ്, ജോത്സ്ന, റിമി ടോമി ഞങ്ങളെല്ലാവരും ഒരേ സമയത്ത് വളർന്ന് കറക്റ്റ് വന്നിരുന്ന സമയമാണ്. അവിടെ വെച്ചാണ് ഞാൻ പിരിഞ്ഞു പോയത്. അവരൊക്കെ നാട്ടിലുണ്ടായിരുന്നു. അവരൊക്കെ കയറി പോകാനുള്ള അവസരങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നു. ഒരു പക്ഷേ ഞാനും ഇവിടെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കും അവസരങ്ങൾ ലഭിച്ചിരുന്നേക്കാം എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു കാണണം. എനിക്ക് അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല ഞാൻ ദുബായിലായിരുന്ന സമയത്ത്. അതുകൊണ്ട് ഞാൻ പുതിയ പാട്ടുകളൊന്നും കേൾക്കാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ആരാണെന്ന് അറിയാൻ താല്പര്യമില്ലായിരുന്നു. സിനിമകൾ വല്ലതും കണ്ടാലായി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നപ്പോൾ ഐ വാസ് ടോട്ടലി എവേ ഫ്രം എവ്രിതിങ്. ഞാൻ ഒന്നേന്ന് തുടങ്ങേണ്ടി വന്നു. ആരൊക്കെയാണ് ഈ ഫീൽഡിൽ ഇപ്പോൾ ഉള്ളത്, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതെല്ലാം ഒന്നേന്ന് പഠിക്കേണ്ടി വന്നു. അതും ഞാൻ മനഃപൂർവ്വമായിട്ട് പഠിക്കുകയോ മനഃപൂർവ്വമായിട്ട് ഞാൻ തിരിച്ചു വരുന്നു എന്നോർത്ത് ചെയ്തതുമല്ല. അത് സംഭവിച്ചു പോയതാണ്. 2017 ഞങ്ങൾ തിരിച്ചു വന്ന് നാട്ടിൽ സെറ്റിൽ ആവുന്ന സമയത്താണ് ഇവിടെ കൊച്ചി മെട്രോ ഇനോഗ്രേഷൻ സംഭവിക്കുന്നത്. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർ വരുന്ന ഇനോഗ്രേഷന് എനിക്ക് പ്രാർത്ഥനാ ഗാനം ആലപിക്കാൻ ഒരു അവസരം ലഭിച്ചു. by the well-known singer Manju Thomas. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ
पश्यन्तु मा कश्चित् दुःखभावेत्। ॐ शान्ति शान्ति ॐ शान्ति। അതൊരു ദൈവികമായ ഒരു ഇടപെടലായിരുന്നു. ഇത്രയും ഗായകർ ഇവിടെ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു അവസരം ലഭിക്കുക എന്നത് ഞാനത് സ്വപ്നം പോലും കണ്ടിരുന്നില്ല. പക്ഷെ അത് ദൈവത്തിൻ്റെ ഒരു തീരുമാനമായിരുന്നു. അത് എല്ലാ ചാനലുകളിലും ന്യൂസിലും എല്ലാം എൻ്റെ ഇൻ്റർവ്യൂ വരികയും അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഈ പറഞ്ഞതുപോലെ നമുക്ക് ആരുമായിട്ടും കോൺടാക്ട്സ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ വീണ്ടും അടങ്ങിയിരുന്നു. എൻ്റെ അവസരങ്ങൾ ഇനിയും വരുമായിരിക്കാം എന്നോർത്ത്. അറ്റ് ദ സെയിം ടൈം ഞാൻ എൻ്റെ പാട്ടിനെ വീണ്ടും ഒന്ന് പൊടി തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തി. ഞാൻ എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ സംഗീത അധ്യാപികയായിട്ട് ജോയിൻ ചെയ്തു. അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പഴയ സംഗീത പാഠങ്ങൾ ഓരോന്നായി സരളിവരിശ ഉൾപ്പെടെ ഞാൻ വീണ്ടും പാടി തുടങ്ങുന്നത് അപ്പോഴാണ്. എൻ്റെ പഴയ പാഠപുസ്തകങ്ങളെല്ലാം ലിറ്ററലി പൊടി തട്ടിയെടുത്തു. അവരെ പഠിപ്പിച്ചു തുടങ്ങി. പിന്നെ സ്കൂളിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേകതയുള്ള എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉള്ളതായിരുന്നു എൻ്റെ ഒരു വിഷൻ. എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് ഒരു ദേശഭക്തി ഗാനം പഠിപ്പിച്ച് പിരിഞ്ഞു പോവുക എന്നതിനെക്കാട്ടിലും ഇങ്ങനെ ഒരാൾ അവിടെ ജോലി ചെയ്തിരുന്നു എന്നുള്ള ഒരു സിഗ്നേച്ചർ അവിടെ ഉണ്ടാകണം എന്നെനിക്ക് തോന്നി. അതിപ്പോൾ ഞാൻ എവിടെ ജോലി ചെയ്താലും എനിക്ക് അങ്ങനെയാണ്. ഏഷ്യാനെറ്റ് റേഡിയോയിൽ വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഈ സ്കൂളിൽ വർക്ക് ചെയ്തപ്പോഴും ട്രിവാൻഡ്രത്തെ സർവോദയ സെൻട്രൽ വിദ്യാലയം എന്ന് പറയുന്ന സ്കൂളിലാണ് ജോലി ചെയ്തത്. അവിടെ വെച്ച് ഞാൻ സ്കൂളിലെ 2000-ഓളം വരുന്ന കുട്ടികളെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ആ സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫും ക്ലീനിങ് സ്റ്റാഫും പ്രിൻസിപ്പളും ബർസാറും ഉൾപ്പെടെ എല്ലാവരെ 40 പാട്ടുകാരെ കൊണ്ട് മിലേ സുർ മേരാ തുമ്ഹാര എന്ന പാട്ട് പാടിച്ച് ഞാനത് റീക്രിയേറ്റ് ചെയ്തു. അതിനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടും മറ്റ് ടെക്നിക്കൽ സപ്പോർട്ടും എല്ലാം സ്കൂളിൽ നിന്ന് തന്നെ തന്നു. ഞാനിങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ അവർ തന്നെ എല്ലാം സഹായങ്ങളും ചെയ്തു തന്നു. സ്കൂളിൻ്റെ ഒരു പ്രൊമോഷണൽ വീഡിയോ ആയിട്ട് തന്നെ ആ വീഡിയോ മാറ്റി. അങ്ങനെ ഒരു പ്രോജക്റ്റ് അത് വൈറലായിരുന്നു. ഒരുപാട് വ്യൂസ് ഉണ്ട് യൂട്യൂബിൽ അതിന്. മിലേസുർ റീക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ. അങ്ങനെയുള്ള ഒരു ഇതിലൂടെ ഞാൻ വീണ്ടും സംഗീതത്തെ സ്നേഹിച്ചു തുടങ്ങി. തുടർന്ന് ഒരു 2-3 വർഷം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് ആലുവയിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു. ആലുവയാണ് ഞങ്ങളുടെ സ്ഥലം. ആലുവയിൽ ഞങ്ങൾ സെറ്റിലായി. അപ്പോഴും സ്കൂളുകാർ പറഞ്ഞു, എന്തായാലും ഇനി ഓൺലൈൻ ആണല്ലോ ക്ലാസ്, മഞ്ജു വീട്ടിലിരുന്ന് പഠിപ്പിച്ചാൽ മതി, റിസൈൻ ചെയ്യണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു സാധ്യത അങ്ങനെ എനിക്ക് മനസ്സിലായി. അങ്ങനെ 2020 ഓൺലൈനായിട്ട് കർണാട്ടിക് മ്യൂസിക് പഠിപ്പിക്കാം എന്നുള്ളൊരു ഐഡിയ ഞങ്ങൾക്ക് വീട്ടിൽ ഹസ്ബൻഡാണ് അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്. എന്തായാലും വീട്ടിലിരുന്ന് പഠിപ്പിക്കാൻ നിനക്കറിയാം, യു ആർ കംഫർട്ടബിൾ വിത്ത് ടീച്ചിങ് ഓൺലൈൻ, എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ. അങ്ങനെ 2020 ഒക്ടോബറിൽ വിദ്യാരംഭത്തിന് ഓൺലൈനായിട്ട് കർണാട്ടിക് മ്യൂസിക് പഠിപ്പിച്ചു തുടങ്ങി. ദൈവം അനുഗ്രഹിച്ച് 5 വർഷമാകുന്നു. സക്സസ്ഫുള്ളി റണ്ണിങ്. നല്ല രീതിയിൽ കർണാട്ടിക് മ്യൂസിക് ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റ് മ്യൂസിക്കും ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും തൃപ്തരാണ്. അതിന് ശേഷം 2024 ഇൻസ്റ്റാഗ്രാമിലേക്ക് ഞാൻ കയറുന്നത്. പലരും പറഞ്ഞു, എന്തായാലും മഞ്ജുവിന് പാടാനുള്ള കഴിവും കോൺഫിഡൻസും. ഞാൻ എൻ്റെ ദുബായ് ജീവിതത്തിലും പിന്നെ ട്രിവാൻഡ്രത്തുള്ള ജോലിയുടെ സമയത്തും എല്ലാം പിന്നെ കോവിഡിൻ്റെ സമയത്തും ഞാൻ കണ്ടമാനം വെയിറ്റ് ഗെയിൻ ചെയ്തിരുന്നു. നല്ല വണ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരുന്നു, കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഞാനതൊരു തീരുമാനമെടുത്ത് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ എടുത്ത് 2021 മുതൽ ഞാനൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. 25 കിലോളം വെയിറ്റ് കുറച്ചു. അതോടെ എനിക്ക് കോൺഫിഡൻസ് വന്നു. പാട്ട് പാടാനും ക്യാമറ ഫേസ് ചെയ്യാനൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് വന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇനിയിപ്പം എന്തുകൊണ്ട് ചാനലുകളിൽ ട്രൈ ചെയ്തുകൂടാ. പക്ഷെ ചാനലുകൾ വിളിക്കണമെങ്കിൽ ഞാൻ എന്താണെന്നും ഞാൻ പ്രസൻറ്റബിൾ ആണോ, ഞാൻ പാട്ട് പാടാൻ എനിക്ക് കഴിവ് വീണ്ടും ഉണ്ടോ, പഴയതുപോലെ കഴിവുണ്ടോ എന്നൊക്കെ അവരറിയണ്ടേ. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു, ഇനി മുതൽ ചാനൽ നോക്കണ്ട, മഞ്ജു തന്നെ യു ആർ യുവർ ചാനൽ. ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മഞ്ജു തന്നെ പ്രൊമോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് എൻ്റെ കവർ സോങ്സ് ഞാൻ റിലീസ് ചെയ്ത് തുടങ്ങി. 2024 ജാനുവരി മുതലാണ് എൻ്റെ ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 1.5 വർഷമാകുന്നു. വെറും 500 ഫോളോവേഴ്സ് ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ജാനുവരിയിലുണ്ടായിരുന്നത്. ഇപ്പോൾ 8500ഓളം ഫോളോവേഴ്സ് ഉണ്ട്. അതൊരു ചെറിയ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഏറ്റവും ക്വാളിറ്റി കോണ്ടന്റ് ഇട്ടുകൊണ്ട് ഇത്രയും ഫോളോവേഴ്സിനെ ഒരു വർഷത്തെ കാലയളവിൽ ലഭിക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഈസി. അതിന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ ഫോളോ ചെയ്യുന്നവരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പലർക്കും, പല സ്ത്രീകൾക്കും
പേടിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈവൻ എൻ്റെ ഫാമിലിയിലും എൻ്റെ ഹസ്ബൻഡിനും ഒക്കെ പേടിയുണ്ടായിരുന്നു. കമൻസ് വരുന്നത്, മോശപ്പെട്ട കമൻസ് വരുമോ, അല്ലെങ്കിൽ ആരെങ്കിലും റൂഡായിട്ട് സംസാരിക്കുമോ? കാരണം ഈ ലോകം അങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അവിടെ ഒരു നെഗറ്റീവ് നമ്മളെ പറയും. പക്ഷെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് നന്മയല്ലാതെ ഒന്നും ആരും പറഞ്ഞിട്ടില്ല ഇതുവരെയും. പിന്നെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പേടിയുള്ളവർ, സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, വി ഹാവ് ഓപ്ഷൻസ് ടു കട്ട് ഓഫ് പീപ്പിൾ. നമ്മൾ പേടിച്ച് ഇപ്പോൾ ഒരു കമൻറ്റ് വന്നോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ മെസ്സേജ് വന്നു, എന്തെങ്കിലും മോശപ്പെട്ടതായിട്ട് ചോദിച്ചോ, ബ്ലോക്ക് ചെയ്തേക്ക്. എന്തിനാ അവരോട് സംസാരിക്കാൻ നിൽക്കുന്നത്? അവരെന്തെങ്കിലും മോശപ്പെട്ട് ചോദിച്ചോ, അപ്പം തന്നെ ബ്ലോക്ക് ചെയ്തേക്കുക. നമുക്കതിനുള്ള ഓപ്ഷൻ ഇൻ്റർനെറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ അതിന് തിരിച്ചും മറിച്ചും മറുപടി കൊടുത്തും താൻ ആരാടോ എന്ന് ചോദിക്കാനോ അതിന് തിരിച്ചൊരു ചീത്ത കേൾക്കാനോ, പിന്നെ വൈ ഷുഡ് വി ഗോ ടു ദാറ്റ് റൂട്ട്? നമുക്ക് നമ്മളെ തന്നെ ബ്ലോക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം നമുക്ക് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്, നന്മ ചെയ്യാനുമുണ്ട്, നമ്മളെ രക്ഷിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. സോ യു പ്രൊട്ടക്റ്റ് യുവർ സെൽഫ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം തന്നെ കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അവസരങ്ങൾ പൊയ്ക്കോട്ടെ, നമുക്ക് അവസരങ്ങളിലല്ല കാര്യം, പ്രൊട്ടക്റ്റ് യുവർ സെൽഫ് എന്നുള്ളതാണ്. ഞാനതെൻ്റെ മക്കളോടും പറയും. ഒന്നും വലിച്ചു നീട്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല, ആദ്യമേ കട്ട് ഓഫ് ചെയ്തേക്കുക. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലത്ത് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു മെസ്സേജ് കൂടിയാണ് ഇത് എന്ന് തോന്നുന്നു. ആദ്യകാലത്ത് ഒരു സ്റ്റേജിൽ നിന്ന് പാടി അവിടെ ശ്രോതാക്കളെയോ അല്ലെങ്കിൽ ആസ്വാദകരെയോ കണ്ടിരുന്നെന്ന് വളരെ വിഭിന്നമാണ് ഇപ്പോൾ ഈ നവമാധ്യമങ്ങളിലൂടെയുള്ള ഒരു പ്രക്ഷേപണം, അല്ലെ? ഈ ഒരു മാറ്റത്തെ എങ്ങനെ മഞ്ജു എന്ന ഗായിക ഉൾക്കൊള്ളുന്നു? ഈ റെസ്പോൺസുകൾ തീർച്ചയായിട്ടും മഞ്ജു എന്ന ആ ഒരു ഗായികയ്ക്ക് വളരാനുള്ള ഒരുപാട് അവസരങ്ങൾ കൂടി നൽകുന്നില്ലേ? അതേക്കുറിച്ചൊന്ന് പറയാമോ? വളരാനുള്ള അവസരങ്ങൾക്കൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ സുരക്ഷിതരായിരിക്കുകയും കൂടി വേണം. നമ്മൾ എന്തും ചെയ്തും അവസരങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് ഒരിക്കലും വരാൻ പാടില്ല. നിങ്ങൾക്ക് മാന്യമായൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പ്രൊട്ടക്റ്റ് യുവർ സെൽഫ് ഫസ്റ്റ്. അങ്ങനെയുള്ള അവസരങ്ങൾ വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് നിങ്ങളൊരു പാഷനായിട്ടാണ് നിങ്ങളുടെ കലയെ കാണുന്നതെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പാട്ട് അല്ലെങ്കിൽ കല പ്രദർശിപ്പിക്കൂ, അത് മതിയല്ലോ. നദിയുടെ നിർമ്മല തീരം, നിരുപമ ഭാവാർദ്ര തീരം, കവിയുടെ ആത്മാവും കല്ലോലങ്ങളും ചിലങ്കകളണിയുന്ന നേരം, കഥകളി ചമയങ്ങൾ അണിയുന്ന തീരം, നിളാനദിയുടെ നിർമ്മല തീരം. ഗായികയും അവതാരകയും സംഗീതാധ്യാപികയും നവമാധ്യമങ്ങളിൽ സജീവ സാന്നിധ്യവുമായ ശ്രീമതി മഞ്ജു തോമസുമായി YS പൗർണമി നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. ഈ അഭിമുഖത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വനിതാവേദിയിൽ കേൾക്കാം. വനിതാവേദി സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം രുക്മിണിയമ്മാൾ.